पहले देखा शाइन का फिल्म, कौन सा फिल्म देखा? हाँ सभी. Daku Maharaj recently. Nani's film Dasra. Dasra is big hit. मलयालम? Malayalam. The previous, what is that? Thallumalai I have watched. Oh. Thallumalai I watched recently also. Recently there was one film. Which one? Amigo. Adigos Amigos. बोलो नाम क्या है इसका फिल्म का? Amigos. Adigos. पान जल्दी इसका नाम क्या है? Amigos. Adigos Amigos. मलयालम ओके കേട്ടോ. Adigos Amigos മലയാളം स्पीड नहीं. विंसी का फिल्म का देखने के लिए कौन सा है? Vinci film. विंसी का फिल्म I thought of, विंसी ने എടുത്തു. no, she told her film is in Netflix. I thought of watching, but You didn't see Vigruti you did. Janagana Mana also it's a very less. You watched my I movie watched, Sutravakyam on Sutravakyam I July watched. 11th. Sutravakyam I watched. ഓക്കെ Sutravakyam I watched like almost more than 10 times. അല്ല വിൻസി എന്നൊരു കഥാപാത്രത്തെ ഇവര് പിക്ക് ചെയ്യുന്നെങ്കിൽ വിൻസിയെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കുമല്ലോ. It's a director. പ്രൊഡ്യൂസർ പഠിച്ചിട്ടില്ല. ഡയറക്ടർ ആക്ച്വലി എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലേ? രജിൻ ചേട്ടനാണ് റൈറ്റർ ആണ്. റൈറ്റർ പെൻഡുലത്തിന്റെ റൈറ്ററാണ്, ഇതിന്റെ റൈറ്ററാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലേ? നമ്മളൊരു ആഡ് വർക്ക് ചെയ്തിരുന്നു ഒരുമിച്ച്. അതിൽ നിന്നുമാണ് രജിൻ ചേട്ടനെ എനിക്ക് കൂടുതൽ അറിയാം. പിന്നെ അതിൽ നിന്ന് ഇതിലോട്ടൊരു ഇൻവിറ്റേഷൻ വന്നു. ആക്ച്വലി ഇതില് മെയിൻ ക്യാരക്ടേഴ്സ് ഇത് ആ രണ്ട് കുട്ടികളും നേരത്തെ നമ്മൾ പ്രസ് മീറ്റിലിരുന്ന. പിന്നെ ദീപക് ചേട്ടനുണ്ട്, ദീപക് പറമ്പോൾ. ഓ അപ്പൊ മലയാളത്തിൽ കുറെ ആളുകള് നിങ്ങളപ്പോ ട്രെയിലർ കണ്ടില്ലേ? അത് കണ്ടു. അല്ല മലയാളത്തിൽ തന്നെ ഒരു സിനിമ ചെയ്യണം, അത് തെലുങ്കിലേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ തെലുങ്കിൽ നിന്നും ഒരു ആക്ടർ ഇല്ലാതെ തെലുങ്കിൽ എങ്ങനെ ബിസിനസ് എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ? Telugu everyone knows Shine. We are Shine making market Vinci also. Market, there is no market for me in Telugu like that because Telugu industry is very very big. വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതില് ഒരിക്കലും നമ്മൾക്ക് മാർക്കറ്റ് അല്ല, താരങ്ങളെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അത്. പിന്നെ ചെറിയ ചെറിയ കണ്ടന്റ് വൈസ് മൂവീസ് ഹിറ്റ് ആവാറുണ്ട്. In the Telugu na, if you start as a new hero and if you take good films also it might not work, but if they know, because most of the people know Shine, most of the people. You did 7 movies, no? In that stars the few known stars. First one is like without stars only, but You it acted was in? horror. No, you first time acting. No, this is third or fourth. Okay. നല്ല നടനാണ്. ആദിശക്തി. അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു, USA-ല് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അതൊക്കെ വിട്ടിട്ട് പുള്ളി ഇപ്പൊ സിനിമയിലേക്ക് എത്തി. I have a own IT company and I came here. നല്ല പൈസ ഉണ്ട് ഷൈന. നല്ല പൈസ. The Hyderabad is booming state, no? Real estate and IT. That's അതാണല്ലോ രണ്ട് മേഖലയിലും ഭയങ്കര ബൂമിങ്. നമ്മൾ ഓരോ ദിവസവും ഹൈദരാബാദിൽ ചെല്ലുമ്പോൾ വ്യത്യസ്തമായി കൊണ്ടിരിക്കുക. ഹൈദരാബാദ് പുതിയ ദുബായ് പോലെ തന്നെ പുതിയ കൺസ്ട്രക്ഷൻസ്, പുതിയ ടൗൺഷിപ്സ്, ഭയങ്കര റിയൽ എസ്റ്റേറ്റ് ബൂമിങ്ങും പിന്നെ IT ബൂമിങ്ങും അവിടെ. എനിക്കൊന്ന് ഷൈന ഈ സിനിമയിൽ തന്നെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ടല്ലേ? ഒത്തിരി കഥാപാത്രങ്ങൾ, വലിയൊരു സിനിമയാണ്. നമ്മൾ സൂത്രവാക്യം വലിയൊരു സിനിമയാണ്. ആ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. നമ്മൾ അവരൊക്കെ ഇന്നായിരിക്കും കാണുന്നത്, ഇന്നാണ് ഇവിടെ വന്നപ്പോൾ കാണുന്നത്. അവർ ഷൈൻ പേഴ്സണലായിട്ട് സംസാരിച്ചോ? ഷൈൻ്റെ ഒരു മാറ്റങ്ങൾ അവർ സംസാരിച്ചോ? ഷൈൻ എന്നൊരു വ്യക്തിയിൽ മാറ്റങ്ങൾ അവർ കണ്ട് സംസാരിച്ചോ? അങ്ങനെ എല്ലാവരോടും സംസാരിച്ചിട്ടില്ല. അങ്ങനെ മാറ്റങ്ങളെ കുറിച്ച് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ആക്ച്വലി അവര് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയാറേ ഉള്ളൂ, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ സൂചിപ്പിക്കാറുണ്ട്. മാറി ഇന്നിപ്പോ പ്രസ് മീറ്റിൽ അവർ കണ്ടപ്പോൾ മാറ്റമുണ്ടെന്ന് പറയുന്നു. നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ കാണുന്നത്, മറ്റുള്ളവരല്ലേ പറയുന്നത് മാറ്റമുണ്ടെന്ന് മാറ്റമില്ലെന്ന്. അപ്പോൾ ബാക്കിയുള്ള താരങ്ങൾ അല്ലെങ്കിൽ ആക്ടേഴ്സ് അവര് അവരുടെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ടാണ് നമ്മളോട് അധികം അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കാറില്ല. നമ്മളുടെ അല്ലെങ്കിൽ മാറ്റങ്ങളെക്കുറിച്ചും പൊതുവേ ഉണ്ടാവുന്ന ജനറലായിട്ടുണ്ടാവുന്ന സംഭാഷണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്നാണ് കാണുന്നത്, എല്ലാവരും കാണുന്നത്. എനിക്കൊന്ന് വിൻസി നിങ്ങൾ അയൽവാസികളായിരുന്നു. സിനിമയിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഇല്ലല്ലോ? ഈ സിനിമയാണ് ആദ്യം അഭിനയിച്ചല്ലേ? നേരത്തെ പ്രസ് മീറ്റിൽ വെറും ചെറുപ്പം തൊട്ട് കാണുന്ന ഒരാളാണ്.
ഇല്ല, ഞാൻ ആ കൂടി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു പെരുന്നാളിന്റെ സമയത്ത് പള്ളിയിൽ ഫാമിലി ആയിരുന്നു ആ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഇടവകയെ പൊന്നാനിയില് ഒരു 10-100 പേര് മാത്രം ഉണ്ടാവുന്ന കുടുംബങ്ങൾ മാത്രം മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ അന്ന് പെട്ടെന്ന് നമ്മളെ ഒരു പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ സംസാരിച്ച് നിന്നിട്ട് പള്ളി വിട്ട് ബാക്കി എല്ലാവരും വീട്ടിലെത്തി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറെ നേരം സംസാരിച്ചു എന്തൊക്കെയോ. അപ്പൊ മൂവി ഇഷ്ടമുള്ള 2 വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോ അന്ന് ഞാൻ +2 പഠിക്കുക. അപ്പം എനിക്ക് മൂവി ഒരു ബന്ധമില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ആക്ടറിനെ മുന്നിൽ കാണുന്നു. പിന്നെ പള്ളിയിലൊക്കെ ഇങ്ങനെ കുറേ പറഞ്ഞു കേൾക്കാം. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് സിനിമയിലോട്ട് വരാൻ. അപ്പം ഞാൻ ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോ വരാനായിട്ട്. അപ്പം അന്യ റസൂലും ചെയ്തിരിക്കുന്ന സമയമാണ്, പൊന്നാനിയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ സംസാരിച്ച ഓർമ്മകൾ എനിക്കുള്ള. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ലാൽ ജോസ് സാറിൻ്റെ മകളുടെ എൻഗേജ്മെന്റിന് ഒരു വട്ടം ഒരു നോക്ക് കണ്ടു. പിന്നെ കാണുന്നത് ഞാൻ പിന്നെ നായകൻ എന്നുള്ള പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട് വിൻസിനെ. പിന്നെ വികൃതിയിൽ വരുമ്പോഴാണ് പടത്തില് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം വികൃതിയില് അഭിനയിക്കാൻ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് വിൻസി സിനിമയിലേക്ക് എത്തി. അഭിനയിച്ചല്ലോ. ഇല്ല, വികൃതിയാണ് ഫസ്റ്റ് മൂവി. അതിനുശേഷം പിന്നെ രേഖയിലാണ് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അതിന്റെ ട്രെയിലർ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധമാണുള്ളത്. അന്നത്തെ ഈ സിനിമയിലാണ് നേരിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. വിൻസി ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ വീണ്ടും സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ പല പല കഥാപാത്രങ്ങൾ ആയി വിൻസി ചെയ്തിട്ടുണ്ട് അല്ലേ. ചെയ്ത കഥാപാത്രങ്ങളുള്ള വ്യത്യസ്തമായിരുന്നു. പക്ഷേ രേഖയിലൂടെയാണ് സിനിമയിൽ ഒരു അവാർഡ് കിട്ടുന്നത്. അവാർഡ് എന്നൊരു കാര്യം ഒരു പ്രതീക്ഷയായിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല. പക്ഷേ സിനിമ ഞാൻ നേരത്തെ പോലെ തിയേറ്ററുകളിൽ ആളുകൾ കയറാത്ത ഒരു വിഷമഘട്ടം ഞാൻ ഉൾപ്പെടെ വാർത്ത ചെയ്തതാണ്. വിൻസിയുടെ വാക്കുകളെടുത്ത് വാർത്ത ചെയ്തൊരു വ്യക്തിയാണ് വനിതാ തിയേറ്ററിൽ വന്നിട്ട്. വിൻസിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ എനിക്കിഷ്ടപ്പെടുന്ന ഞാൻ വിൻസിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത്തരം സിനിമകൾ തിയേറ്ററിൽ വിജയിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്? മേ ബി ഒരു കാര്യം ടൈം ആയിരിക്കാം. അന്ന് ആ സമയത്ത് ഇരട്ടയും ഇതുപോലെ തിയേറ്റർ സക്സസ് ആയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു ഇരട്ടി നല്ല മൂവി ആയിരുന്നു. അപ്പം ആ ഒരു ജോണർ ആ സമയത്ത് ചിലപ്പോൾ വർക്കായി ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കാം. പിന്നെ പ്രൊമോഷൻ്റെ കുറവുകളായിരിക്കാം. എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. എനിക്കതൊന്നും ഇനി എടുത്തിടാനോ ഒന്നും അതായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ അറിയില്ല എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇപ്പോഴും തിയേറ്ററിലോട്ട് ആളുകളെ വരുത്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അതൊരു ഫാമിലി മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് ഒരു ഫാക്ടർ ആയിരിക്കാം. അങ്ങനെ പല ഫാക്ടർ ഉണ്ടായിരിക്കാം. അത് നമ്മുടെ ചിത്രങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വളരെ നല്ല കഥാപാത്രങ്ങളും അവാർഡ് കിട്ടിയ പല മൂവികളും ചിലപ്പോൾ സ്വീകരിക്കപ്പെടാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വാനപ്രസ്ഥം പോലത്തെ ലാലേട്ടൻ്റെ പടം ചെയ്തിട്ട് തിയേറ്ററിൽ ഇപ്പോൾ നരസിംഹം പോലെ ഓടാത്തൊരു ചിത്രമാണ്. മമ്മൂക്കാടി അങ്ങനത്തെ നല്ല ചിത്രങ്ങളുണ്ട്, നല്ല കഥാപാത്രങ്ങൾ. ഞാൻ ചെയ്ത അടിത്തട്ട് എനിക്കിപ്പോഴും വിചാരിക്കുക എന്തുകൊണ്ടാണ് ആളുകൾ വരാതിരിക്കുന്നത്. ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉണ്ടെങ്കിലും പലപ്പോഴും ചിലപ്പോൾ ആ ടൈമിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇമോഷൻ ആയിരിക്കില്ല ആളുകൾക്ക് മുന്നോട്ട് നയിക്കുന്നത്. ഓരോ ട്രെൻഡിങ് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ നല്ല സിനിമ എന്നും നല്ല സിനിമയായിട്ട് തന്നെ ആയിരിക്കും, ഒരു മാറ്റമില്ല, നല്ലത് തന്നെ ആയിരിക്കും. അതങ്ങനെ തന്നെ പോവുള്ളൂ. इसका डिस्ट्रीब्यूशन कुछ सर कितना थिएटर में रिलीज? We are all over the world. We are releasing more than 350 theaters. In Kerala itself, 100 theaters. First time in Kerala, second time in Telugu. 18th in Telugu, but in Malayalam itself, we are releasing 350 theaters all over the world. Except other than on 18th again, there will be another added 200 screens. कितना song है इसका? Song 5 songs. 5 songs. 5 songs. कोई म्यूजिक डायरेक्टर. One extra promo song we have done, but actually we thought of doing it video shoot and all that. We didn't get time, so we had to release it with the footage what we have. So yeah. Zine is the music. Zine P. Joseph. Yeah. And Zine P. Joseph. അത് നേരത്തെ ഏത് ചെയ്തിരിക്കുന്നത്? Pendulum before. Pendulum. This is the second film for him. He did the songs and all that, but the background is again a different team.
background for the second half background will be like very different. So basically we as I mentioned previously, we brought a new equipment from the UK side to make that sound better in theaters. So you get like a lot of vibrations in even in 2D. But that type of theater is not here, no? We have a pick one, but Only, no, this is the regular theaters also. It It works with the 5.1. Okay. So that is the difference in this thing which we have worked. ഷെന എന്തായാലും സൂത്രവാക്യം സിനിമ ഹിറ്റാകണം. എൻ്റെ അത്ര പ്രതിസന്ധിയിലൂടെ പോയൊരു സിനിമയാണ്. പല പല വിവാദങ്ങളും പല പല പ്രശ്നങ്ങളുണ്ടായ ആ സിനിമ പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുകയാണ്. ആ സിനിമ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കാണും. ഫസ്റ്റ് ഡേ കണ്ടിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളെ 3 പേരെ ഞാൻ ബോധ്യം. മൂവി സ്ലോ പേസിൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് ആൾക്കാരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലാണ്, അങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ തുടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഗ്രാജുവലി അന്വേഷണത്തിലേക്ക് എത്തുകയും ഒരു കണക്ക് സോൾവ് ചെയ്യുന്നത് പോലെ ഒരു എല്ലാ ക്യാരക്ടേഴ്സിനെയും ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ കണക്ക് തുടങ്ങി സോൾവ് ചെയ്യപ്പെട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തുന്ന പോലെ തുടങ്ങുന്ന ഒരു കണക്കുകൂട്ടൽ പോലെ തന്നെയാണ്. അതാണല്ലോ കണക്കുകൂട്ടൽ ചില വലിയ പ്രശ്നമല്ലോ എന്ന് പറഞ്ഞാൽ സ്ലോയിൽ പോയിട്ട് ഹൈപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഷൈൻ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാവുന്ന ഒരു കാര്യം മുതലോ, ഇങ്ങനെ ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ ഡാഡി ആ കസേര കാണുന്നതാണ്. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വർഷത്തിനിടയ്ക്ക് ഷൈൻ്റെ എന്ന് ഇൻ്റർവ്യൂ എടുത്താലും അപ്പുറം ഇരിക്കുന്ന ഡാഡിയാണ് എൻ്റെ മുഖത്ത് വരുന്നത്. ഡാഡി മുകളിൽ ഇരുന്ന് കാണുന്നു എന്നൊരു സമാധാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഡാഡി എന്നൊരു മമ്മി ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ആംബുലൻസിലാണ് വന്നത്, ഞാനും മമ്മി. അപ്പോൾ ഡാഡി എവിടെയാണെന്ന് മമ്മി ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരയും. മമ്മി അപ്പോൾ വിചാരിക്കുന്നത് കൂടെ തന്നെ അപ്പുറത്തെ ആംബുലൻസിലുണ്ടെന്നാണ്. അപ്പം ഞാൻ കരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് അങ്ങനെയെങ്കിലും എല്ലാവരും ഡാഡി മരിച്ചു എന്ന് മമ്മിയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയാം. ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോവില്ല ഇനി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരയും, അങ്ങനെയെങ്കിലും മനസ്സിലാവാം. പക്ഷെ മമ്മിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അല്ലെങ്കിൽ ബ്രെയിനിൽ ചെറിയ ഒരു ഇടിച്ചതിൻ്റെ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാലും വീണ്ടും മറക്കും. അത് വീണ്ടും ചോദിക്കും ഡാഡി എവിടെയാ വണ്ടി ആക്സിഡന്റ് ആയതിനു ശേഷം ഞാൻ ഡാഡിനെ കണ്ടിട്ടില്ല. ഞാൻ പറയും ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അപ്പോൾ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.